ഹായ്, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് എ മെയ്ഡ് സിമ്പിൾ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എ എന്താണെന്നും എ എങ്ങനെയാണ് നമുക്ക് ഇന്ന് അറിയാവുന്ന മോഡൽസിലേക്ക് എത്തിയത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ദ ഷിഫ്റ്റ് ഫ്രം റൂൾ ബേസ്ഡ് മോഡൽ ടു ലേണിംഗ് ബേസ്ഡ് മോഡൽ. അതിനെ ഹെൽപ്പ് ചെയ്ത ഒരു കീ പോയിന്റ് ആണ് മെഷീൻ ലേണിംഗ്. അപ്പൊ ഇന്ന് നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണെന്നും മെഷീൻ ലേണിംഗ് അൽഗോരിതംസിനെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിനെ കുറിച്ചും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ എന്താണ് മെഷീൻ ലേണിംഗ്? ലൈക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, മെഷീൻ ഈസ് ലേണിംഗ് സംതിങ്. സോ മെഷീൻ ലേണിംഗ് ഈസ് സിംപ്ലി വി ആർ ഗിവിംഗ് മെഷീൻ ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് പാറ്റേൺ. അതായത് നമ്മളൊരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ കൊടുത്താൽ ആ ഡാറ്റയിൽ നിന്ന് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി മെഷീൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു എബിലിറ്റി വന്നതുകൂടിയാണ് ലൈക്ക് മെഷീൻസിന്റെ അനലിറ്റിക്കൽ സ്കിൽസും റീസണിങ് സ്കിൽസും ഒക്കെ കൂടി വന്നത്. സോ നൗ മെഷീൻ ലേണിംഗ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് മോഡേൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻ എടുത്താലും, അതിപ്പോ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം ആയാലും, ഇൻസ്റ്റാഗ്രാമിന്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം ആയാലും, ജിമെയിലിന്റെ സ്പാം ഡിറ്റക്ഷൻ ആയാലും, ഏത് മെയിൻ സ്ട്രീം ആപ്ലിക്കേഷൻസും മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്കിനി മെഷീൻ ലേണിംഗ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പോ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? അവിടെ ലൈക്ക് എനിവേ വി ആർ പ്രൊവൈഡിങ് ഡാറ്റ ഫോർ ദ മെഷീൻ ടു ലേൺ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് തമ്മിലെ വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ലേബൽഡ് ഡാറ്റ ആണെങ്കിൽ, അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഇമേജ് ക്ലാസിഫിക്കേഷൻ മോഡൽ എടുക്കുകയാണെങ്കിൽ ഓരോ ഇമേജും എന്താണെന്ന് നമ്മൾ വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മോഡൽ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കറക്റ്റ് അതിന്റെ ഒപ്പം തന്നെ അത് എന്താണെന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിപ്പോ ഒരു ചെറിയ കുട്ടി എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഓക്കെ ഇതൊരു ഡോഗ് ആണ്, ഇതൊരു കാറ്റ് ആണ്, ഇത് വീണ്ടും ഡോഗ് ആണ്, ഒരു 10 ലൈക്ക് ആനിമൽസിന്റെ ഫോട്ടോ കൊടുത്താൽ അടുത്ത ഫോട്ടോ കൊടുക്കുമ്പോൾ ഇത് ഡോഗ് അല്ലേ എന്ന് ആ കുട്ടി നമ്മളോട് ഇങ്ങോട്ട് പറയും. ലൈക്ക് ആ ഒരു പരിപാടിയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നടക്കുന്നത്. അപ്പോ അതിന്റെ അണ്ടറിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും. അപ്പോ റിഗ്രഷൻ എന്താന്ന് നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് പ്രെഡിക്ട്സ് എ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് ഒരു പ്രോപ്പർ കണ്ടിന്യൂറ്റി ഉണ്ട്. അത് ലൈക്ക് ഒരു നമ്പർ, ലൈക്ക് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വിത്ത് പ്രോപ്പർ കണ്ടിന്യൂറ്റി. ഇപ്പൊ ഒരു വെതർ ഡിറ്റക്ഷൻ മോഡൽ ആണെങ്കിലും, ഒരു ലൈക്ക് റിയൽ എസ്റ്റേറ്റ് പ്രൈസ് പ്രഡിക്ഷൻ ആണെങ്കിലും, ഇതൊക്കെ ഒരു ലൈക്ക് ന്യൂമറിക്കൽ ഡാറ്റയാണ്. ഈ ഡാറ്റയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. ലൈക്ക് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് കറന്റ് ഡാറ്റ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഇല്ലേ, അതിനാണ് നമ്മൾ റിഗ്രഷനിലൂടെ അച്ചീവ് ചെയ്യുന്നത്. So, practically speaking, we are predicting a numerical value that follows a pattern, that follows a continuity. അപ്പോ അതിന്റെ തന്നെ 2 ടൈപ്പാണ് ലീനിയറും പോളിനോമിയലും. അപ്പോൾ കേട്ടാൽ തന്നെ അറിയാലോ, നമ്മൾ ഈ എൻറ്റയർ ഡാറ്റ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈനിനെ ഒബേ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ലീനിയർ ഡാറ്റയാണ്, അതൊരു ലൈൻ ഒബേ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ അതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് വിളിക്കുന്നത്. കാരണം നമ്മൾ ഇനി ആ ലൈനിനെ ബേസ് ചെയ്തിട്ട് അടുത്ത ഡാറ്റ എന്താണെന്ന് പ്രെഡിക്ട് ചെയ്യും. അതേപോലെ പോളിനോമിയലിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഫോളോസ് എ നോൺ ലീനിയർ പാറ്റേൺ. അതാണ് ലീനിയറും നോൺ ലീനിയർ റിഗ്രഷനും. അതേപോലെ തന്നെ സൂപ്പർവൈസ്ഡ് അണ്ടറിൽ വരുന്ന മറ്റൊരു ടൈപ്പാണ് ക്ലാസിഫിക്കേഷൻ. ആ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാസിഫിക്കേഷൻ എന്താന്ന്. അതായത് വി ആർ ക്ലാസിഫൈയിങ് എ ബഞ്ച് ഓഫ് ഡാറ്റ ഇൻ ടു ഡിഫറെന്റ് ക്ലാസസ്. ഇപ്പൊ ഒരു ഇമേജ് ഡിറ്റക്ഷൻ മോഡൽ വെച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആനിമൽസ് ഉണ്ട്. ഇതിൽ ഓരോ ആനിമൽസിനെയും ഓരോ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ ഇമേജ് ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോ ഇമേജിന്റെയും കൂടെ ലേബൽ ഉണ്ടാവും. ഓക്കെ, ഇത് ബിലോങ് ചെയ്യുന്നത് ഈ ക്ലാസ്സിലാണ്, ഇതൊരു ഡോഗ് ആണ്, ഇതൊരു കാറ്റ് ആണെന്ന് ട്രെയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഡാറ്റയിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കും. അത് വെച്ചിട്ട് നമ്മൾ ആക്ച്വൽ ഡാറ്റ വരുമ്പോൾ ഇത് പ്രെഡിക്ട് ചെയ്യും. ഓക്കെ, ഈ ഇമേജ് ഇന്ന ക്ലാസ്സിനുള്ളതാണെന്ന് പ്രെഡിക്ട് ചെയ്യും. ഈ ഒരു പരിപാടിയാണ് ക്ലാസിഫിക്കേഷനിൽ നടക്കുന്നത്. ഇറ്റ്സ് പ്രെറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ അതിന്റെ ഒരു ടൈപ്പ് പറയാനാണെങ്കിൽ നമുക്ക് ബൈനറി ഉണ്ട്, മൾട്ടി ക്ലാസ് ഉണ്ട്. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഇറ്റ്സ് എയ്തർ എ ഓർ ബി. മൾട്ടി ക്ലാസ് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ആനിമൽസ് ഉണ്ടാവും. ആ ഒരു എക്സാമ്പിൾ മൾട്ടി ക്ലാസ്സിന് എടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇറ്റ്സ് അറൌണ്ട് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അവിടെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് കുറക്കുക, അതായത് മാക്സിമം ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് കുറക്കുന്ന പരിപാടിയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നടക്കുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ കൊടുത്ത ഡാറ്റ ലേബൽഡ് ആയിരുന്നു, സ്ട്രക്ചേർഡ് ഡാറ്റ ആയിരുന്നു. ഞാനൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി. പക്ഷേങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എടുക്കുമ്പോൾ അവിടെ ഞാൻ കൊടുക്കുന്ന ഡാറ്റയിൽ ലേബൽ ഉണ്ടാവില്ല. പക്ഷെങ്കിൽ അവിടെ കൊടുക്കുന്ന ഡാറ്റയുടെ എമൗണ്ട് വലുതായിരിക്കും. അപ്പോ ഈ ഡാറ്റയെന്ന് നമ്മുടെ ലൈക്ക് മെഷീൻ സ്വയം പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് ക്ലാസിഫൈ അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നടത്തുന്നത്. സോ സിംപ്ലി സ്പീക്കിംഗ്,
അവിടെ ലേബൽഡ് ഡാറ്റ ആയിരുന്നു, ഇവിടെ അൺലേബൽഡ് ഡാറ്റയാണ്. അതാണ് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് കൺസെപ്റ്റ്സ് ആണ് ക്ലസ്റ്ററിങ്ങും ഡയമെൻഷനാലിറ്റി റിഡക്ഷനും. ക്ലസ്റ്ററിങ് എന്താന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ലേബൽഡ് ഡാറ്റ ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ ഈ കൊടുത്ത ലാർജ് ഡാറ്റയിൽ നിന്ന് സിമിലർ പാറ്റേൺസിലുള്ള എല്ലാ ഡാറ്റാ സെറ്റ്സും എടുത്ത് ഒരു ക്ലസ്റ്റർ ആക്കുന്ന പരിപാടി. ലൈക്ക് സിമിലർ പാറ്റേൺസിൽ ഇതൊക്കെ ഒരു ക്ലസ്റ്റർ, ബാക്കിയൊക്കെ വേറെ ക്ലസ്റ്റർ, ആ ഒരു പരിപാടി. ഇറ്റ്സ് കൈൻഡ് ഓഫ് സിമിലർ ടു ക്ലാസിഫിക്കേഷൻ. പക്ഷെ അവിടെ നമുക്ക് ലേബൽഡ് ക്ലാസ് ഉണ്ട് അല്ലെ, ഇവിടെ എന്തില്ല, ലേബൽഡ് ക്ലാസ് ഇല്ല. അപ്പോൾ സിമിലർ പാറ്റേൺസ് എല്ലാം നമ്മൾ ഒരു ക്ലസ്റ്ററായി മാറ്റുന്നു. ഈ ഒരു പരിപാടിയാണ് ക്ലസ്റ്ററിങ്. അടുത്താണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്താ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ കോംപ്ലക്സിറ്റി പരമാവധി കുറക്കുന്നു. ലൈക്ക് അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ ഫീച്ചേഴ്സ് ഇപ്പൊ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിലാണ് കാണിക്കുന്നത് വിചാരിച്ചോ. അപ്പോ ഇതിന്റെ അർത്ഥം പോവാണ്ട് നമുക്ക് എങ്ങനെ മിനിമം ഡയമെൻഷൻസിലേക്ക് ആക്കാന്നുള്ള പരിപാടിയാണ് ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, എങ്ങനെയാണ് ഈ ഡാറ്റയെ നമ്മൾ ഡയമെൻഷൻ വഴി ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ പറയുന്നുണ്ടാവും. ഓക്കെ, ഫോർ നൗ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം കോംപ്ലക്സിറ്റി കുറക്കും ഈ ഡാറ്റയുടെ. അതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബൽഡ് ഡാറ്റ യൂസ് ചെയ്യും, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൺലേബൽഡ് ഡാറ്റ യൂസ് ചെയ്യും. ഇതിന്റെ രണ്ടിന്റെ ഒരു ബ്ലെൻഡ് ആണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ 1% ലേബൽഡ് ആയിരിക്കും, ബാക്കി അൺലേബൽഡ് ആയിരിക്കും. അപ്പൊ ഈ ലേബൽഡ് ഡാറ്റ വെച്ചിട്ട് അത് എക്സാക്ട് ആയിട്ട് പഠിക്കും. ഓക്കെ, ദീസ് ആർ ദീസ് ക്ലാസസ്, ദീസ് ആർ ദീസ് ലേബിൾസ് പഠിച്ചതിന് ശേഷം അൺലേബൽഡ് ഡാറ്റ വെച്ചിട്ട് അത് പാറ്റേൺ റെക്കഗ്നീഷനും അങ്ങനെ ലൈക്ക് ഫർദർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത ഫൈനൽ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് വി ആർ ആക്ച്വലി പ്രെഡിക്റ്റിംഗ് വാല്യൂസ് ആൻഡ് ബേസ്ഡ് ഓൺ ദ പ്രഡിക്ഷൻ വി ആർ റിവാർഡിങ് ഇറ്റ് ഓർ പീനലൈസിങ് ഇറ്റ്. അതായത് നമ്മൾ ഒന്നിക്കൽ അതിനൊരു റിവാർഡ് കൊടുക്കും, അത് കറക്റ്റ് പ്രഡിക്ഷൻ ആണ് നടത്തിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പെനാൽറ്റി കൊടുക്കും, അത് നടത്തിയ പ്രഡിക്ഷൻ റോങ് ആണെന്നുണ്ടെങ്കിൽ. ലൈക്ക് നമ്മളിപ്പോ ഒരു ഡോഗ് ട്രെയിനിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ, അതായത് ചെയ്ത കാര്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിവാർഡും തെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പെനാൽറ്റിയും. ആ ഒരു സിസ്റ്റം വെച്ചിട്ട് മെഷീൻ സ്വയം ഇംപ്രൂവ് ചെയ്യും. ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിലൊക്കെ വല്ലാണ്ട് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. അപ്പൊ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എൻഹാൻസ് ആയി വന്ന് പിന്നെ ഇവൻച്വലി നമ്മൾ ഡീപ്പ് ലേണിംഗിലേക്ക് എത്തി. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ എങ്ങനെ ഹ്യൂമൻ ബ്രെയിനിന്റെ വർക്കിംഗ് മിമിക് ചെയ്യാൻ നോക്കിയിട്ടാണ് ഡീപ്പ് ലേണിംഗിലേക്ക് എത്തുന്നത്. സോ ഡീപ്പ് ലേണിംഗ് എന്താണെന്നും ന്യൂറൽ നെറ്റ്വർക്ക് എന്താണെന്നും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. സോ ഫോളോ ഫോർ മോർ.